കഴിഞ്ഞ മാസം നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗിന് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് വൻ നാശനഷ്ടം. ഗ്രൗണ്ടിലെ പുല്ലുകൾ പലയിടത്തും കരിഞ്ഞ നിലയിലാണ്. പരിപാടിക്കായി കുഴികളെടുത്തതിനാൽ മൈതാനത്തിന്റെ പ്രതലവും തകർന്നു. ഈ മാസം 15-നുള്ളിൽ പൂർവ്വസ്ഥിതിയിലാക്കി മടക്കി നൽകിയില്ലെങ്കിൽ നടപടി ആരംഭിക്കുമെന്ന് കോഴിക്കോട് മേയർ വ്യക്തമാക്കി. സ്റ്റേഡിയം തകർന്നതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 21-ന് നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗിന് പിന്നാലെയാണ് EMS സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമായി മാറിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിനുള്ളിലെ പുൽത്തകിടി ഏതാണ്ട് പകുതിയിലധികം നശിച്ച അവസ്ഥയിലാണുള്ളത്. പുല്ലുകൾ പൂർണ്ണമായും കരിഞ്ഞ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം ഗ്രൗണ്ടിനുള്ളിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ആ കുഴികളിൽ ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധമുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കായിക താരങ്ങൾക്ക് വലിയ അപകടം വരാനാണ് സാധ്യത. ഒപ്പം ദിവസങ്ങളോളം വലിയ ടർപ്പാളിനുകൾ ഇട്ട് അതിൻ്റെ മുകളിൽ പ്ലൈവുഡ് ഇട്ട് അതിനു മുന്നിൽ മണ്ണ് നിറച്ചാണ് റേസിനുള്ള ട്രാക്ക് ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം ഈ പ്ലൈവുഡിനടിയിൽ കിടന്നതുകൊണ്ട് തന്നെയാണ് ഈ പുല്ലുകൾ പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ മൈതാനത്തിന് ഏറ്റ പരുക്കിൽ വലിയ പ്രതിഷേധമാണ് പല ഇടങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ആളുകൾ ഗ്രൗണ്ട് സന്ദർശിച്ചു. KFAക്ക് നിലവിൽ വിട്ടു നൽകിയിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. KFAയുടെ ആവശ്യപ്രകാരം നഗരസഭാ കൗൺസിൽ ചേർന്നാണ് ഈ മൈതാനം റേസിന് വിട്ടു നൽകിയത്. എന്തായാലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ, അതായത് ഈ മാസം 15-നുള്ളിൽ മൈതാനം പൂർവ്വസ്ഥിതിയിൽ തിരിച്ചു നൽകും എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതുവരെ കാത്തിരിക്കും. അതിനുശേഷം ആവശ്യമെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കും. ഭാവിയിൽ ഈ ഗ്രൗണ്ടിന് ഇത്രമേൽ മോശം അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന പരിപാടികൾക്ക് നൽകുന്നതിനെക്കുറിച്ച് പുനരാലോചിക്കും എന്നും മേയർ പറഞ്ഞു. കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈവന്റ് കഴിഞ്ഞ് 10-15 ദിവസത്തിനുള്ളിൽ എങ്ങനെയായിരുന്നോ നേരത്തെ സ്റ്റേഡിയം ഉണ്ടായിരുന്നത് അതേ തോതിൽ തന്നെ നിലനിർത്തി തരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എത്രമാത്രം നടപ്പിലായി എന്നുള്ളതാണ് ഒരു പരിശോധന ഇപ്പം നടത്തിയത്. നിങ്ങളൊക്കെ പ്രകടിപ്പിച്ചുള്ള ആശങ്കകൾ ഗൗരവത്തിൽ തന്നെ എടുത്ത് ഇന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും വന്ന് സന്ദർശിക്കണം എന്ന് ആലോചിച്ച് അതുകൊണ്ടാണ്. അപ്പോൾ ഈ 15 ദിവസത്തിനുള്ളിൽ ആ പണികൾ പൂർത്തീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത് ഉറപ്പുവരുത്തുന്നതിന് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെയായി സംസാരിച്ച് ആ സമയബന്ധിതമായി പഴയ പോലെ തന്നെ സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു ഇടപെടൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. പരിപാടിക്കെതിരായി വലിയ പ്രതിഷേധമാണ് നഗരസഭ പ്രതിപക്ഷവും പറയുന്നത്. അവർ ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. വാതുവെപ്പ് സംഘങ്ങളടക്കം കോഴിക്കോട്ടെത്തിയാണ് ഇത്തരം പരിപാടികൾ നടത്തിയിരിക്കുന്നത്. ഈ പരിപാടിയെപ്പറ്റിയും ഒപ്പം ഈ ഗ്രൗണ്ടിന് പറ്റിയിരിക്കുന്ന നാശത്തെപ്പറ്റിയും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. സൽമാൻ ഖാനെ പോലെയുള്ള ഒരു ബോളിവുഡ് സ്റ്റാർ ഇവിടെ വന്ന് ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ പിന്നിൽ എന്തോ ചില മാഫിയ സംഘങ്ങൾ, അധോലോക സംഘങ്ങളുടെ പിൻബലമുണ്ട് എന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുകയാണ്. കാരണം ഒരു പ്രാദേശിക മത്സരമായിട്ടല്ല, ഇന്റർനാഷണൽ മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ അതിനു മുമ്പുള്ള 3 ദിവസങ്ങളിൽ കോഴിക്കോട് 5 സ്റ്റാർ ഹോട്ടൽ വന്ന് താമസിച്ച ആളുകളുടെ വിവരശേഖരണം എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വാതുവെപ്പ് സംഘം കോഴിക്കോട് സജീവമായിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഗ്രൗണ്ട് 25 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് നൽകിയാണ് പരിപാടിക്കായി സംഘാടകർ വാങ്ങിയത്. പക്ഷേ ആ തുക കൊണ്ടൊന്നും ഈ ഗ്രൗണ്ടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ISL അടക്കം ഉള്ള മത്സരങ്ങൾ നടന്ന, ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് അടക്കമുള്ള മത്സരങ്ങൾ നടന്ന സ്ഥലമാണ്. സൂപ്പർ ലീഗ് കേരളയ്ക്കും വലിയ കാണികൾ എത്തിയ ഒരിടം കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് മത്സരങ്ങൾ ഇനി വരും മാസങ്ങളിൽ നടക്കേണ്ട ഒരു ഗ്രൗണ്ടാണ് ഇത്തരത്തിൽ പോയിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഫുട്ബോൾ പ്രേമികളുടെ തീരുമാനം.